മാര്യേജ് കഴിഞ്ഞ് എല്ലാ ഡോക്യുമെന്റ്സും ഒരേ ദിവസം അപ്ഡേറ്റ് ചെയ്യാൻ ഓടുകയാണോ? ഒരു മിനിറ്റ്, ആദ്യം ഈ കാര്യം മനസ്സിലാക്കൂ. മാര്യേജ് കഴിഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ എല്ലാ ഡോക്യുമെന്റ്സിലും ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. പലരും ചെയ്യുന്നത് ആരോ പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടിട്ട് എല്ലാ ഡോക്യുമെന്റ്സും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അത് നിങ്ങളുടെ സാഹചര്യത്തിനും ആവശ്യങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. ആദ്യം നിങ്ങളോട് തന്നെ 3 ചോദ്യം ചോദിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്നത് എവിടെയാണ്? ആ അഡ്രസ്സ് തന്നെയാണോ ഇനി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കാൻ പോകുന്നത്? അടുത്തിടെ ബാങ്ക് KYC, ഇൻഷുറൻസ്, പാസ്പോർട്ട്, പ്രോപ്പർട്ടി, വിസ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫീഷ്യൽ പ്രോസസ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആദ്യം അപ്ഡേറ്റ് ചെയ്യാൻ പരിഗണിക്കണം എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നത്. ഓർക്കുക, ഓരോ ഡോക്യുമെന്റിന്റെയും റൂള് വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരു ഡോക്യുമെന്റിന്റെ പ്രൊസീജിയർ മറ്റൊരു ഡോക്യുമെന്റിന് കോപ്പി ചെയ്യരുത്. ആദ്യം പ്രയോറിറ്റി തീരുമാനിക്കുക, പിന്നീട് ശരിയായ ഡോക്യുമെന്റ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യൂ. അഡ്രസ് എന്ന് കമന്റ് ചെയ്യൂ. മാര്യേജ് കഴിഞ്ഞ ശേഷം അഡ്രസ് അപ്ഡേറ്റ് പ്രയോറിറ്റി ചെക്ക് ലിസ്റ്റ് അയച്ചു തരാം. മാര്യേജ് കഴിഞ്ഞ് അഡ്രസ് അപ്ഡേറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂസ് ആയിരിക്കുന്ന ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യൂ. കൂടുതൽ പ്രാക്ടിക്കൽ ഡോക്യുമെന്റ് ഗൈഡിനായിട്ട് ദി ഡോക്യുമെന്റ് എക്സ്പെർട്ട് ഫോളോ ചെയ്യൂ.